അമ്പലത്തിലെ വീട് രണ്ടാക്കിയിട്ടത് വേറൊന്നും കൊണ്ടല്ല. ആ പാർക്കിലോട്ട് കയറിയപ്പം നിർത്തിക്കളഞ്ഞതാണ്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് എല്ലാവർക്കും ബോറടിക്കുന്നെന്ന് പറഞ്ഞ്. എത്രയെന്നും പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ. 10-15 മിനിറ്റുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചീത്തവിളി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാക്കിയിട്ടത്. ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടാ. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ, വെള്ളമൊക്കെ വരുന്നത്. പക്ഷെ കണ്ടാൽ പറയത്തില്ലല്ലേ. പക്ഷേ ഇത് ഏത് സൈഡിലോട്ട് നോക്കിയാലും നമ്മൾ ഒരു മിനിറ്റ് അവിടെ നോക്കി നിന്നു. അത്രയ്ക്ക് വൃത്തിയാക്കിയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ വേട്ടാ. ഈ ഫോണിലൂടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്കതൊരു കറക്റ്റായിട്ട് മനസ്സിലാവാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഫോണിൽ കൂടെ എടുത്തേട്ടാ ഈ വീഡിയോസെല്ലാം. ഇതിന് തൊട്ടടുത്തായിട്ടൊരു പൂന്തോട്ടം കണ്ട്. ഈ ചുമപ്പും മഞ്ഞയും കളറ് പൂവാണോ അതിൻ്റെ ഇലയാണോന്ന് അറിയത്തില്ല. ഇത് ഒരുവിധംപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. ഇവിടെ എങ്ങോട്ട് പോയാലും ഇത് കാണും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനും വേണ്ടിയൊന്നുമില്ല. ഫോൺ ഒന്ന് സൂം ചെയ്തിട്ട് അങ്ങേയറ്റം വരെ ഒന്ന് നോക്കിയിട്ട് പോവാം. അങ്ങേയറ്റം വരെ നടക്കാൻ വയ്യ, പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ. ഞാൻ തിരിച്ച് പുറത്തോട്ടിറങ്ങാം. ഇവിടെ ബോധിധർമ്മൻ തപസ്സിരുന്നുകൊണ്ടാണോ എന്തോ സ്ഥലം വല്ല ഓണാന്നറിയാൻ വയ്യ. ഇവിടെ നമ്മുടെ നാട്ടിലെ ബ്രഹ്മാവിനെ കണ്ട് ഗണപതി, ശിവൻ, 3 പേരുടേത് കണ്ട്. അത് ശിവനും ബ്രഹ്മാവും വിഷ്ണുവാണോ എന്നറിയത്തില്ല. ഒരു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇവിടെയാണോ നമ്മളെ ബോധിധർമ്മൻ തപസ്സിരുന്നതെന്ന് അറിയത്തില്ല. പോവാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. നൈസായിട്ട് ഇറങ്ങി. കുറച്ചും കൂടെ തടിയുള്ളവരാണെങ്കിൽ പുറത്തിറങ്ങാൻ വലിയ പാടായിരിക്കും കേട്ടോ. അതുവഴി ഇവിടെ അടച്ചാക്കുന്നു കേട്ടോ. അങ്ങോട്ട് പ്രവേശനമില്ല. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ അറിയത്തില്ല. തൊട്ടപ്പുറത്തൊരു അമ്പലം കണക്കുണ്ട്. ഇവിടെ എല്ലായിടത്തും ചന്ദനത്തിരിയാണ് മെയിനായിട്ട് കേട്ടോ. പാർക്കും ഈ അമ്പലത്തിൽ ഉള്ളിലുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ചന്ദനത്തിരിയും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സൊക്കെ അതിനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും എടുത്ത് കൊടുക്കും കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിലെ പരാതിപ്പെട്ടിലുണ്ട്. വഞ്ചിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നൊരു ഓറഞ്ച് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല മധുരമുണ്ട് കേട്ടോ. കുഞ്ഞാണെങ്കിൽ നല്ല മധുരമുണ്ടത്. ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അകത്ത്. ഇവിടെ നിന്ന് മുട്ടുകുത്തി എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണം. തൊട്ടപ്പുറത്ത് ഒരു ഇതുണ്ട്. ഇതാണെന്ന് ഇവിടുത്തെ മെയിൻ തോന്നുന്നു. ഇതുവഴി അകത്തോട്ട് കയറി നോക്കാം. അവിടെ ഇവിടുത്തെ എനിക്ക് കറക്റ്റ് ആരാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഏത് ദൈവമാണെന്നോ കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ടാണൊന്നും പറയാത്തത്. ഇത് കുബേർ കുഞ്ചിയാണെന്ന് തോന്നുന്നു. ഒന്നും വ്യക്തമായിട്ട് പറയാത്ത. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും വ്യക്തമായിട്ട് പറയാത്ത. ഇത് ചന്ദനത്തിരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ ചന്ദനത്തിരി ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു വലിയ